ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഒത്തിരി കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ കൂട്ടുകാരിൽ പലരും ഡൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അങ്ങനെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഡൈ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഡൈ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ് ആകുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഡൈ ചെയ്യുക അല്ലെങ്കിൽ നര വരിക അല്ലെങ്കിൽ ഹെയർ നമ്മൾ ബ്ലാക്ക് ആക്കുക എന്ന് പറയുന്നതൊന്നും ഒരിക്കലും അതൊന്നും ആരുടെയും അതൊന്നും ഒരു കുറ്റമൊന്നും അല്ല കേട്ടോ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാച്ചുറൽ പ്രോസസ്സാണ്. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഹെയറിൽ ഈ ഒരു വൈറ്റ് ഗ്രേ വരും. പക്ഷേ പണ്ടൊക്കെ കുറച്ച് വാർദ്ധക്യമാവുന്ന സമയത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചെറിയ കുട്ടികൾക്ക് കൂടി അത് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെയോ നമ്മുടെ ഡയറ്റിൻ്റെയോ ഒക്കെ കാര്യങ്ങൾ കൊണ്ടാവാം. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിലുള്ള ഒരു നാച്ചുറലായിട്ട് നമ്മളൊരു ഡൈ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറയാൻ, ഇത് ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് കേട്ടോ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒന്ന് പുറത്തൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഡൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഈ ചകിരി ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഡൈ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ നമുക്ക് ഇൻസ്റ്റൻറ്റ് യൂസ് മാത്രമാണ് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു യൂസ് കഴിഞ്ഞ് നമ്മൾ കളയുമ്പോൾ അത് പോകും. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് നമ്മളത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചകിരി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു കാര്യമാണ് ചകിരി എന്ന് പറയുന്നത്. നമ്മൾ കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിപ്പോൾ തേങ്ങ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാൽ തന്നെ അതിലുണ്ടാവും അല്ലേ ചകിരി. അപ്പോൾ ഞാനും അതേപോലെ വാങ്ങിച്ച ചകിരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ഫ്ലെയിം കൊടുത്തിട്ട് ഇതൊന്ന് കത്തിച്ചെടുക്കണം. അപ്പോൾ ഞാനത് എടുക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ കട്ടായി പോയിട്ടോ. കാരണം ഇങ്ങനെ ഫ്ലെയിം വന്നപ്പോൾ ഞാൻ ഫോൺ മാറ്റിയിട്ട് ജസ്റ്റ് പോയി ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് തീ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. പുക നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും ഫുള്ളായിട്ട് അത് കത്തിയിട്ടുണ്ടാവും. ഈ ചകിരിയില്ലേ അത്രയും നൈസാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ചകിരിയായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോഴും അതിൽ കനലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇച്ചിരി നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് തണുത്ത് കിട്ടും കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളത് എടുക്കാവൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ കനലുള്ളതുകൊണ്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് കഴിയുമ്പോഴേക്കും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഫുള്ളായിട്ട് അത് കത്തി തീർന്നിട്ടുണ്ടാവും. കനലൊക്കെ പോയിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് കളയാം. നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അറിയാമല്ലോ ഈ ആഷ് നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ നാരുകൾ കിടന്നാലും ഒരു കുഴപ്പമില്ല. നമ്മളിത് നന്നായിട്ടൊന്ന് ചെറിയ കുഞ്ഞരിപ്പയിലൂടെ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, നമുക്ക് ഇത്ര തന്നെ ധാരാളം. നമുക്ക് ഇതൊന്നും ഒരു പ്രാവശ്യത്തെ യൂസിന് നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി പെട്ടെന്ന് ഉപയോഗിച്ചിട്ട് പോയിട്ട് നമ്മുടെ കാര്യം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമുക്കത് കഴുകിക്കളയാവുന്നതേ ഉള്ളൂ. അല്ലാതെ പെർമനൻ്റ് ആയിട്ട് ഇത് നിലനിൽക്കില്ല. അപ്പോൾ ഇതേ കണ്ടോ, ഇതൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല നേരിയ ഒരു പൗഡറായിട്ട് ഒരു നൈസ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൗഡറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യത്തെ യൂസിന് ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കംപ്ലീറ്റ് ഹെയർ ഡൈ ചെയ്യേണ്ട. നമ്മുടെ ഫോർഹെഡിൻ്റെ അതായത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തേക്ക് ഹെയർ ഒന്ന് കവർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് അതായത് നമ്മൾ എക്സ്പോസ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഹെയർ ഒന്ന് കവർ ചെയ്യണമെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇത്രയാണ് കേട്ടോ, ഈ സ്പൂൺ ഒരു ഹാഫ് സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അത് നിങ്ങളിപ്പം ഒരു പക്ഷേ നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ മുടിയിൽ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചാൽ മതിയാവും. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിലാണെങ്കിൽ കുറച്ച് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ അതിൻ്റെ ആവശ്യം അനുസരിച്ചിട്ടൊന്ന് നമുക്ക് ഒഴിച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നമ്മൾ സാധാരണ ഒരു ഡൈ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈ വാങ്ങുന്ന അതേപോലെ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ കണ്ടോ, നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഫോർഹെഡിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ അങ്ങനെ കവർ ചെയ്യേണ്ട ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഒലിച്ച് വരികയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റുകയോ ഒന്നുമില്ല. ഒരുപാട് പേര് കാജൽ കൺമഷിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഈ ഒരു പക്ഷേ നെറ്റിയുടെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ അതൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അത് പറ്റി വരാറുണ്ട്. പക്ഷേ ഇതങ്ങനെ വരില്ല. ഇത് പെട്ടെന്ന് ഇത് ഹാഷല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഡ്രൈ ആയി കിട്ടുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ടച്ച് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്താലൊന്നും അങ്ങനെ നമ്മുടെ കയ്യിൽ വരികയൊന്നുമില്ല കേട്ടോ.
അപ്പം ദേ കണ്ടോ, നല്ല നല്ല ഡാർക്കായിട്ട് തന്നെയാണ് കേട്ടോ ഇത് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇത് വർക്കാവുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഒരു ഹെയർ ഇപ്പം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ത്രെഡിൽ ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു വൈറ്റ് ത്രെഡ് എടുത്തതിന് ശേഷം ആ ത്രെഡിൽ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണെന്നുള്ളൊരു കാര്യം കേട്ടോ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ദേ കണ്ടോ ഒരു വൈറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ത്രെഡിൽ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ദേ കണ്ടോ, നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഹെയറിൽ ചെയ്യുക. ഇതേപോലെ ജസ്റ്റ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ മാത്രം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഞാൻ ഒരു സൈഡ് മാത്രമാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇനി ഇച്ചിരി നേരം വെക്കുമ്പോൾ തന്നെ ഇതങ്ങ് ഡ്രൈ ആയി കിട്ടും കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളത് ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടോ ഒക്കെ നമ്മളിത് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പറ്റുമൊന്നുമില്ല കേട്ടോ. അതവിടെ ഡ്രൈ ആയി ഇരിപ്പുണ്ടാവും. പിന്നെ നമ്മളത് ജസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്തായിരിക്കും പോവുക കേട്ടോ. അതായത് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്ന സമയത്തേ പിന്നെ അത് പോവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പണച്ചിലവൊന്നുമില്ല. പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഡൈ ചെയ്ത് നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒന്ന് കവർ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്, നമുക്ക് ഒട്ടും ഹാംഫുൾ അല്ലാത്തതും അതേപോലെ നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഡൈ ചെയ്ത് നടക്കാനും താല്പര്യമില്ലാത്തവർക്ക് എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെടുത്ത് കളയുന്ന ഈ ഒരു ചകിരി കൊണ്ട് ഇത്രയും നല്ലൊരു യൂസ് ഉണ്ടെന്ന് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും അല്ലേ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.